ഹൂഷു ജോലി ചെയ്യുന്ന കമ്പനിയുടെ അടുത്തേക്ക് സാഹു വന്നിരുന്നല്ലോ. അങ്ങനെ ഹൂഷു അവളെ കാണാൻ പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ അടുത്തുള്ള ഒരു കഫേയിൽ നിന്ന് ഫുഡ് പാഴ്സലായി വാങ്ങാനായിരുന്നു സാഹു വന്നത്. അവളുടെ ഹസ്ബൻഡിന് ആ ഫുഡ് വളരെ ഇഷ്ടമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അവന് ജോലി തിരക്ക് കാരണം വീട്ടിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് അവനെ കൊടുക്കാനായി അവൾ ഈ ഫുഡ് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അവൻ നേരത്തെ ഹൂഷു ജോലി ചെയ്തിരുന്ന കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് തന്നെ അവൻ വർക്കഹോളിക്കാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, അതേപോലെ തന്നെ നല്ല കഴിവുമുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹൂഷോളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്താണ് ഷിയുവുമായി ബന്ധപ്പെട്ട ആ ഇഷ്യൂസ് ഓൺലൈനിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൂഷുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ ഉടനെ തന്നെ സാഹുവോട് യാത്ര പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയിരുന്ന അത്യാവശ്യമായി എന്തോ ജോലി ചെയ്ത് തീർക്കുന്ന കൂട്ടത്തിൽ ഓൺലൈനിൽ നടക്കുന്ന ഈ ഇഷ്യൂവിനെ പറ്റിയും അവൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ചൂടുള്ള ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവ് കമൻസാണ് ഷിയുവിനെതിരായി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ഒന്നും ഒരു വിഷയമേ ആക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം അവളെ അത്ഭുതപ്പെടുത്തുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോഴും അവനെ ഇത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് അവൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. ഈ സമയത്താണ് ഷോയുവാൻ അങ്ങോട്ടേക്ക് വന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫിൻ്റെ ഒരു പ്രൊപ്പോസൽ നൽകിയിട്ട് ലൈമാന് വേണ്ടി റെഡിയാക്കിയ പ്രൊപ്പോസലുമായി മുന്നോട്ട് പോയിക്കോളാനുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം ഇപ്പോൾ അതിനോട് ഒട്ടും താല്പര്യമില്ലാതെ ആയിരിക്കുന്നു. ആ പ്രോജക്റ്റ് എന്തായാലും കയ്യിൽ നിന്ന് പോയതുപോലെയാണ്. പിന്നെ എന്തിനാണ് അതിനുവേണ്ടി ഇങ്ങനെ സമയം കളയുന്നത്? വേറെയും പ്രോജക്റ്റുകൾ നമ്മളുടെ കൈവശമുണ്ടല്ലോ, അതൊക്കെ ചെയ്താൽ പോരെ എന്ന് അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആ പ്രോജക്റ്റ് തങ്ങൾക്ക് കിട്ടുമെന്ന് അവർക്കാർക്കും തീരെ പ്രതീക്ഷയില്ലാതെ ആയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്കും പ്രതീക്ഷ കൈവിടുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. എന്തായാലും ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും എന്നൊക്കെ ഷോയുവാൻ അവർക്ക് ഇൻസ്പിറേഷൻ നൽകാനായി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരെ അത്ര കാര്യമായി സ്വാധീനിക്കുന്നില്ലെന്ന് മാത്രം. ഈ സമയത്താണ് ഹൂഷു പെട്ടെന്ന് അവൾ തയ്യാറാക്കിയ ഡിസൈൻ ഡ്രാഫ്റ്റ് എടുത്ത് ഷോയുവാൻ്റെ കയ്യിലേക്ക് നൽകിയത്. അവൾ ജോയിൻ ചെയ്ത ദിവസം ഷിയു അതിനെക്കുറിച്ച് റെഡിയാക്കാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. അവൾ വളരെ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി തിരികെ നൽകിയിരിക്കുകയാണ്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ അത് ഷോയുവാൻ്റെ കയ്യിൽ നൽകിയത്. മാത്രമല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൾ ഈ ചെയ്യുന്നത് ബാക്കി നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെ ഒരു പാഠം പോലെയാണ്. അതുകൊണ്ട് തന്നെ അവളെ കണ്ടു പഠിക്കുക എന്ന രീതിയിൽ ഷോയുവാൻ ബാക്കിയുള്ളവരെ നോക്കുന്നു. ആ പ്രൊപ്പോസൽ വാങ്ങിയ ശേഷം അവളോട് തന്നോടൊപ്പം വരാൻ പറയുന്നുണ്ട്. ലൈമാൻ കമ്പനിയിലേക്കായിരുന്നു ഷോയുവാൻ പോകുന്നത്. ഹൂഷുവിനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു. ഷിയു അവിടേക്ക് നേരിട്ടെത്തും, അങ്ങനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് ഹൂഷുവിലേക്ക് ചോദിച്ചപ്പോൾ അവർ പറയുന്നു. വണ്ടിയിലിരിക്കുന്ന സമയത്ത് അവൾ നേരത്തെ നൽകിയ ആ ഡിസൈൻ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവൾക്ക് അത്രയൊക്കെ മിടുക്കുണ്ട് എന്നറിഞ്ഞ് അവർ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. അവർ അവിടെ എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷിയുവും അവിടെ എത്തുന്നു. അങ്ങനെ 3 പേരും കൂടി ഒരുമിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നേരത്തെ സുലിങ്ങിൻ്റെ MD ഷാവോ ഒരാളുമായി സംസാരിക്കുന്നത് കണ്ടിരുന്നല്ലോ. അയാളെ മീറ്റ് ചെയ്യാനാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ സമയം അവർക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവരെ കാണാൻ അയാൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാത്തിരുന്നിട്ടും അയാൾ അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇനി അയാൾ വരാനല്ല, ഇത് തങ്ങൾക്കുള്ള പോസ്റ്റിംഗ് ആണ് എന്ന് ഷിയുവിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, തിരികെ പോകാമെന്ന് അവൻ ഷോയുവാനോട് പറയുന്നുണ്ട്. അതോടെ ഹൂഷു വണ്ടി എടുത്തുകൊണ്ട് വരാനായി ആളെ വിളിക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. ഡയറക്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് റെഡിയാക്കാതെ അവനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന് ഷോയുവാൻ ഷിയുവിനോട് സോറി പറയുന്നു. ഹൂഷുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണെന്ന് ഷിയു ചോദിച്ചപ്പോഴാണ് അവർ അക്കാര്യം ഓർക്കുന്നത്. അവൾ റെഡിയാക്കിയ ഡ്രാഫ്റ്റ് അവർ അവനെ കാണിക്കുന്നുണ്ട്. അവൾ വളരെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്ന് അവളെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട്. ഷിയുവും കുറച്ച് അത്ഭുതത്തോടെയാണ് അത് വാങ്ങി നോക്കിയത്. അവളുടെ ആ ഡിസൈൻ ഡ്രാഫ്റ്റൊക്കെ അവനെയും നന്നായി ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. ഫീൽഡിൽ നിന്ന് കുറേ കാലമായി മാറി നിന്നിരുന്ന അവൾ ഇത്രയൊക്കെ ചെയ്യുമെന്ന് അവന് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഷോയുവാന് അർജൻറ്റായി മറ്റെവിടെയൊക്കെ പോകാനുണ്ടായിരുന്നതിനാൽ ഹൂഷുവിനെ കൂടി തിരികെ കൊണ്ടുപോകുമോ എന്ന് അവർ ഷിയുവിനോട് ചോദിക്കുന്നു. എന്നെ അടുത്തെവിടെയെങ്കിലുമുള്ള മെട്രോ സ്റ്റേഷനിൽ വിട്ടാൽ മതിയെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ചാണ് തിരികെ പോയത്. അവർ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് അവർ കാണാൻ വന്ന അസ്മുൻ വണ്ടിയിൽ അവിടെ വന്നിറങ്ങുന്നത് ഷിയു കാണുന്നു. അതോടെ അയാൾ തങ്ങളെ മനഃപൂർവ്വം അവഗണിച്ചതാണ്. ഇനി അയാൾ വഴി അതിൻ്റെ ഓണറെ മീറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്ന് അവന് പൂർണ്ണ ബോധ്യമാവുന്നു. അയാളെയാണ് തങ്ങൾ കാണാൻ വന്നത് എന്നുള്ള കാര്യം അവൻ ഹൂഷുവിനോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ പോയപ്പോൾ അവൻ്റെ മൂഡൊട്ടും ശരിയല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൻ്റെ മൂഡ് ഓഫ് മാറ്റുന്നതിന് വേണ്ടി അവൾ ചിലതൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൻ പ്രത്യേകിച്ച് അതിനൊന്നും പോസിറ്റീവ് രീതിയിൽ റിപ്ലൈ നൽകുന്നില്ല. അവൾ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ ഹൂഷു വീണ്ടും ഫോണെടുത്ത് ആ കമൻസൊക്കെ ചെക്ക് ചെയ്യുന്നു. ഈ സമയത്താണ് ഇന്ന് രാത്രി അവൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ തനിക്കൊപ്പം ഡിന്നറിന് വരാമോ എന്ന് അവൻ ചോദിച്ചത്. അങ്ങനെ അവൾ സമ്മതിച്ച് അവൻ്റെ ഒപ്പം പോകുന്നു. അവൻ ഗോഹുമായി മിക്കവാറും മീറ്റ് ചെയ്യാറുള്ള ആ നൈറ്റ് ക്ലബിലേക്കായിരുന്നു പോയത്.
അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രിങ്ക് വേണമെങ്കിലും വാങ്ങി കുടിച്ചോളൂ, പക്ഷെ ആൽക്കഹോൾ മാത്രം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ ഇരുത്തി അവൻ എന്തോ ബിസിനസ് മീറ്റിങ്ങിനായി പോകുന്നു. ഹൂഷു അവിടെ പോയിരുന്ന് മെനു നോക്കി ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഷിയു വാങ് എന്ന ഒരു ബിസിനസ്സുകാരനുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. അയാളെ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങോട്ടേക്ക് വന്നത്. അടുത്ത ആഴ്ച അയാളുടെ മകളുടെ വിവാഹമാണ്. ആ സമയത്ത് ഈ ലൈമാൻ കമ്പനിയുടെ ഓണറായ ഷിയെ കൂടി ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ ഈ വാങ്ങുമായി ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയത്. ആ വിവാഹത്തിന് അവൻ VIP ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാമല്ലോ എന്നാണ് അവൻ്റെ പ്രതീക്ഷ. അവൻ്റെ റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാങ്ങിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. അവൻ പറയുന്നത് പോലെ തന്നെ ഷിയെ കൂടി വിളിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഷിയു തിരികെ ചെല്ലുന്ന സമയത്ത് ഹൂഷു ഫോണിൽ ഓൺലൈനിലുള്ള ആ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവളുടെ ഫോൺ വാങ്ങി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൻ മൂഡ് ഓഫ് ആകുന്നത് കണ്ട് ഹൂഷു ആ കമൻറ്റ് ഇടുന്നവരെയൊക്കെ കുറ്റം പറയുന്നു. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ആകെ ഷോക്കായത് ഹൂഷുവാണ്. അവൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുമെന്ന് അവൾക്ക് വിശ്വാസം വരുന്നില്ല. അവൾ കൂടുതൽ ചോദിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നു. അവളും വേഗം പിന്നാലെ ചെന്നിട്ട് അവനോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് തൻ്റെ ഡ്രൈവറായിട്ട് കൂടെ വരണമെന്ന് അവൻ ആവശ്യപ്പെടുന്നത്. അവൻ ആൽക്കഹോൾ കഴിച്ചിരിക്കുന്നതിനാൽ അവന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ അവൻ ആവശ്യപ്പെട്ടപ്പോഴാണ് തന്നോട് ആൽക്കഹോൾ കഴിക്കരുതെന്ന് അവൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡ്രൈവറായിട്ടാണ് തന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവൾ എതിർപ്പൊന്നുമില്ലാതെ അവനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നു. സാവോ ഈ സമയം ഒരു ടാക്സി വിളിച്ച് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൾ വീടിനടുത്ത് എത്താറായപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നുണ്ട്. ഈ സമയത്തും അവൾ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ എവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഓവർ ടൈമാണ്, നല്ല ജോലി തിരക്കുണ്ട്, ഓഫീസിൽ തന്നെ ഉണ്ട്, ഞാനിപ്പോൾ പുറത്ത് ഫുഡ് വാങ്ങിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്, തിരികെ ചെന്നിട്ട് അവനെ കൊണ്ട് വിളിപ്പിക്കാം എന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞത്. അത് വിശ്വസിച്ച് അവൾ ഫോൺ വയ്ക്കുന്നു. റോഡ് ബ്ലോക്ക് ആയത് കാരണം വണ്ടി മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനി അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങി നടക്കാമോ എന്ന് ഡ്രൈവർ അവളോട് ചോദിക്കുന്നു. അങ്ങനെ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്താണ് അവൾ കുറച്ച് മുമ്പ് ഫോൺ ചെയ്ത അവളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവിടെ അടുത്ത് നിന്ന് ഒരു ഡെലിവറി ബോയിൽ നിന്ന് എന്തോ വാങ്ങുന്ന അവൾ കണ്ടത്. അതോടെ അവൻ തന്നോട് കള്ളം പറഞ്ഞാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അത് തൻ്റെ ഹസ്ബൻഡുമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാവുന്നതിനാൽ അവൾ വേഗം ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എന്ന് അയാളെ മീറ്റ് ചെയ്യുന്നു. ഇവളെ കണ്ടപ്പോൾ അയാൾ ശരിക്കും ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്തോ കള്ളത്തരം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കുറേ കള്ളങ്ങൾ അവൾ ചോദിച്ചതിന് മറുപടിയായി പറയുകയും ചെയ്യുന്നു. അയാളുടെ താമസ സ്ഥലം അവിടെ അടുത്തൊന്നുമല്ല, പിന്നെ എന്താണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും അയാൾ ശരിക്കുള്ള മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. അവസാനം തൻ്റെ ഹസ്ബൻഡ് ഇയാളി പറയുന്ന ആ റൂമിലുണ്ട് എന്ന് അവൾക്ക് സംശയമാവുന്നു. അവിടേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അവൻ അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പാഴ്സൽ വന്ന സാധനത്തിലുണ്ടായിരുന്ന ആ റൂം അഡ്രസ്സ് തട്ടിയെടുത്തുകൊണ്ട് സാവോ മുകളിലേക്ക് ഓടുന്നു. അങ്ങനെ അവൾ ആ റൂം കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ അവളുടെ ഹസ്ബൻഡും വേറെ കുറേ ഫ്രണ്ട്സും കൂടി എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇവൾ ആ ചെല്ലുന്ന സമയത്ത്. ഇവളെ കണ്ട് അവളുടെ ഹസ്ബൻഡ് ശരിക്കും ഷോക്കാവുന്നു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവളോട് സംസാരിക്കാൻ അയാൾ തയ്യാറാവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ തന്നോട് കള്ളം പറഞ്ഞത്, ഇവിടെ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത്, അവൻ ജോലി റിസൈൻ ചെയ്തോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അങ്ങനെ ആണെങ്കിലും തനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജോലി ഒന്നും റിസൈൻ ചെയ്തിട്ടില്ല. ഇപ്പോഴുള്ള ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. അതൊരു ട്രാക്കിലാവാത്തത് കൊണ്ടാണ് അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളോട് ഇതിനെപ്പറ്റിയൊന്നും പറയാതിരുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയ ശേഷം പറയാമെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പോൾ തന്നെ നല്ലൊരു ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ കൂടുതൽ കഷ്ടപ്പെട്ട് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് സാഹു ചോദിക്കുന്നുണ്ട്. തങ്ങൾക്ക് കുറേ കൂടെ വലിയൊരു വീട് വാങ്ങണമെന്നൊക്കെ അവന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ വരുമാനം കൊണ്ടൊന്നും അടുത്ത കാലത്തൊന്നും അത് സാധിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ജോലിയിൽ കൂടുതൽ സമയവും അവന് ബിസിനസ് ട്രിപ്പുമായി പുറത്തേക്കൊക്കെ പോകേണ്ടി വരികയാണ്. ആ സമയത്തൊക്കെ അവൾ തനിച്ചാണല്ലോ. അങ്ങനെ അവളെ എപ്പോഴും തനിച്ചാക്കി ഇവിടെ ഒറ്റയ്ക്ക് വിടാതെ അവൾക്കൊപ്പം നിന്ന് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അവന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം കൂടി എടുത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കോളൂ, ജോലി റിസൈൻ ചെയ്തോളൂ എന്നൊക്കെ സാവോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ജോലി കളഞ്ഞ് റിസ്ക് എടുത്ത് ചെയ്യാൻ മാത്രം ഇമ്പോർട്ടൻസ് ഒന്നും ഇതിനിപ്പോൾ നൽകുന്നില്ല. ഇപ്പോൾ ഉള്ള ജോലിയുടെ കൂടെ തന്നെ ഇതുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നവൻ അറിയിക്കുന്നു. എന്തായാലും ഹസ്ബൻഡിനെ ഓർത്തുള്ള സാവോയുടെ ടെൻഷൻ ഇതോടെ കുറയുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ ഹൂഷുവിൻ്റെ ചിന്ത എങ്ങനെ ഈ ലൈമാൻ്റെ ഓണറായ ഷിയെ മീറ്റ് ചെയ്യാമെന്നായിരുന്നു. അവൾ അയാളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അയാളുടെ ഡീറ്റെയിൽസൊക്കെ തിരയുന്നുണ്ട്. പക്ഷേ എങ്ങനെ അയാളെ മീറ്റ് ചെയ്യും എന്നതിന് അവൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ഷിയു ആണെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ടെൻഷനും ഇല്ലാത്ത പോലെ ക്ലബിലും മറ്റുമായി കറങ്ങി നടക്കുകയാണല്ലോ. അതും അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈ വീക്കെൻഡിൽ തൻ്റെ കൂടെ ഒരു വെഡ്ഡിങ്ങിന് പോകാൻ വരണം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയച്ചത്. അതും കൂടി കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കാനുള്ളതിന് അവനിങ്ങനെ കല്യാണം കൂടി നടക്കുകയാണോ എന്ന് അവൾ പരാതി പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഒപ്പം അവൾ പോവുക തന്നെ ചെയ്യുന്നു.
വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവറായിട്ടാണ് അവൻ തന്നെ കൂട്ടിന് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവളെ ഡ്രൈവിംഗ് ഏൽപ്പിച്ചിട്ട് അവൻ വണ്ടിയിൽ കയറിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. ബോസല്ലേ, ആ ജോലിയാണെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവൾ പരാതിയൊന്നുമില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. കുറേ ദൂരത്തേക്കായിരുന്നു അവർ പോയത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കുള്ള വഴിയാണോ എന്ന് ഇടയ്ക്ക് അവൾക്ക് സംശയം തോന്നുന്നുണ്ട്. അവൻ ഉറങ്ങുന്നതുകൊണ്ട് വിളിച്ച് ചോദിച്ചില്ല എന്ന് മാത്രം. ലൊക്കേഷനിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇത് തന്നെയാണോ തങ്ങളുടെ ലൊക്കേഷൻ എന്നവൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവുന്നു. കാരണം ഇനി അങ്ങോട്ട് മുന്നിൽ വെള്ളമാണ്. ഇത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ആര് വിവാഹം നടത്താനാണ് എന്നൊക്കെ അവൾ സംശയിക്കുന്നു. അപ്പോഴേക്കും അവൻ ഉണരുന്നുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അവിടെയുള്ള ഒരു ഐലൻഡിൽ വെച്ചാണ് അവർ വന്നിരിക്കുന്നത്, വിവാഹം നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ. എങ്കിൽ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് അവൻ തിരികെ വരുന്ന സമയം അറിയിച്ചാൽ അവനെ ഒന്ന് പിക്ക് ചെയ്തോളാം എന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് ഡ്രൈവറായിട്ടല്ല നിന്നെ കൊണ്ടുവന്നത്, എൻ്റെ ഡേറ്റ് ആയിട്ടാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് വിവാഹത്തിന് പോകുന്നതെന്ന് അവൻ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ബോട്ടിൽ കയറി ആ ഐലൻഡിലേക്ക് പുറപ്പെടുന്നു. കുറേ ദൂരം പോയപ്പോൾ അവിടെയുള്ള ഐലൻഡിൽ ഒരു ഹോട്ടൽ അവർക്ക് കാണാൻ പറ്റുന്നു. ആ ഹോട്ടൽ എങ്ങനെയുണ്ട് എന്ന് അവൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോഴാണ് അത് ഞാനാണ് ഡിസൈൻ ചെയ്തതെന്ന് അവൻ പറഞ്ഞത്. അതോടെ അവൾ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട്, ഡിസൈന് പ്രത്യേക ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം അവൻ ക്ലബ്ബിൽ വെച്ച് മിസ്റ്റർ വാങ്ങുമായിട്ട് മീറ്റ് ചെയ്തിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് ഇവർ രണ്ടുപേരും കൂടി വന്നിരിക്കുന്നത്. ഐലൻഡിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ വന്ന് വെൽക്കം ചെയ്യുന്നു. അവൾ ആരാണ് എന്ന് ചോദിച്ചറിയുന്നുമുണ്ട്. ഈ ഐലൻഡ് ഡിസൈൻ ചെയ്ത് ഈ രീതിയിൽ ആക്കി കൊടുത്തത് ഷിയുവാണ്. അതുകൊണ്ടാണ് അവനെ VIP ഗസ്റ്റായിട്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഈ സ്ഥലം തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവൻറ്റിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോയി മകളെ കാണിച്ചു കൊടുക്കുന്നു. ഷിയുവിന് അവളുമായി നേരത്തെ തന്നെ പരിചയമുണ്ട്. അവനിങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ആ പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും അവൾ സന്തോഷത്തോടെ അവരെ വെൽക്കം ചെയ്യുന്നു. അവൻ ബ്രൈഡൽ മണിയൊക്കെ കൊണ്ടുവന്നിരുന്നു, അത് അവൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രൂമിനെ പരിചയപ്പെടുത്താനായി അവൾ അങ്ങോട്ടേക്ക് വിളിച്ചത്. ആ പേര് കേട്ടപ്പോൾ തന്നെ ഹൂഷുവിന് ആകെ ഡൗട്ടാവുന്നു. തിരിഞ്ഞു നോക്കി ആളെ കൂടി കണ്ടപ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവളുടെ എൻഗേജ്മെൻറ്റ് ദിവസം അവളെ തേച്ചിട്ട് പോയ അവളുടെ എക്സ് ഷിറാൻ തന്നെയായിരുന്നു ഈ പെൺകുട്ടിയുടെ വരൻ. അവനെ കണ്ടപ്പോൾ ഹൂഷുവിൻ്റെ മനസ്സിലേക്ക് അവനെ ആദ്യം മീറ്റ് ചെയ്തതും പിന്നീട് തങ്ങൾ പ്രണയത്തിലായതുമായ കുറച്ച് നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അവളങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഷിറാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. ആദ്യം ഷിയുമായി പരിചയപ്പെട്ട ശേഷമാണ് അടുത്ത് നിൽക്കുന്ന ഹൂഷുവിനെ അയാൾ ശ്രദ്ധിക്കുന്നത്. അവളെ കണ്ടതോടെ അവൻ്റെ മുഖവും ആകെ മാറുന്നു. ഷിയു ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹൂഷുവിന് പക്ഷേ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവനെ കണ്ടപ്പോൾ അവൾക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഷിയു അവളുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. ഈ സമയത്താണ് അവൻ മീറ്റ് ചെയ്യാനായി വന്ന ഷിയെ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുന്നു. അവളോട് കുറച്ച് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അയാളെ കാണാനായി പോകുന്നുണ്ട്. ശരിക്കും അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ്റെ അച്ഛനൊപ്പം ഷിയു അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവൻ്റെ മറ്റൊരു പേരാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷിയു എന്ന പേരിൽ അവൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അവനെ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളച്ചൊടിക്കാതെ കാര്യം പറയുന്നു. ഡയറക്റ്റായിട്ട് അവനിങ്ങനെ ചോദിച്ചത് കാരണം അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനുമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്ത് ഒരു ഭാഗത്തേക്ക് പോകുന്നു.